വേണ്ട കണ്ടോ മീൻ ഇടിച്ച് കയറുന്നല്ലോ മീൻ കയറുന്ന കാണാൻ പറ്റത്തില്ല അതുപോലെ മീൻ കൂട്ടമായിട്ട് ഇതെന്തോ പാത്രം കൊണ്ടുള്ള പരിപാടി ഈ പാത്രവും ഈ തുണിയും വെച്ചൊരു ചെറിയ പരിപാടിയുണ്ട് മീനെ പിടിക്കുന്ന പരിപാടിയാണ് ചെറിയ പരിപാടിയാണോ ചെറിയ പരിപാടിയാണോ ചെറിയ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു കറിക്കുള്ള മീൻ പിടിക്കണം അതിനുള്ള പരിപാടിയാണ് അല്ല ഇന്ന് നല്ലൊരു കറിക്കുള്ള മീൻ എന്ന് എനിക്ക് പിടിച്ചു തരണം അത് ഉറപ്പ് അപ്പം ഇതാ ഞങ്ങൾ രണ്ടുപേരുടെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഇത് ഈ ചരുവം വെച്ചുള്ളൊരു മീൻ പിടുത്തമാണ് ഇത് ചരുവം നല്ല അപ്പം ചരുവം വെച്ചുള്ള മീൻ പിടുത്തമാണ് ചരുവ ഒരു വെള്ളത്തുണിയും കുറച്ച് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ കുറേ മീനുകളെ പിടിക്കാം അപ്പോൾ ആ കാഴ്ചയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം വാ അപ്പം നമ്മുടെ ആ ചരുവം വെച്ചുള്ള പരിപാടി ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കാണിച്ചു തന്നെ ഇത് കാണുന്ന നമ്മുടെ ചരുവ എങ്ങനെ വെക്കുക കുറെ പേർക്കെങ്കിലും അറിയാവുന്ന പരിപാടിയായിരിക്കും ഇല്ലയോ അതെ കുട്ടനാട്ടുകാർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ് ഇത് നമ്മൾ ഈ തുണി ഇങ്ങനെ ഇടുക ആ പാത്രത്തിന്റെ മേളിലോട്ട് ഒരു തുണി അങ്ങോട്ട് തുണി ഇങ്ങനെ ഇട്ടേക്കുക കണ്ടാ എന്നിട്ട് നമ്മൾ കയറെടുത്ത് നല്ല കണക്ക് കെട്ടണം വലിച്ച് കെട്ടണം ഇതിൻ്റെ നടുവൊന്നും ഇതായി പോകില്ല ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം മുറി ടൈറ്റായിട്ട് നിൽക്കണം ടൈറ്റായിട്ട് നമ്മൾ കെട്ടി നിർത്തി അപ്പോൾ ഒരു വെള്ള തുണി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ട് വെള്ളയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി മീനെ പെട്ടെന്ന് കാണാനോട് പറ്റും കയറുന്നില്ലേ അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു വെള്ളത്തുണി ഉപയോഗിച്ച് ആ ചരുവത്തിൻ്റെ വായ ഇങ്ങനെ മൂടി കെട്ടിയതിന് ശേഷം അടുത്ത പരിപാടി എന്തുവാ ഇനി അത് മുറിക്കണം നടുവൊന്ന് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ കൂരി കൊടുക്കാന്നൊക്കെ പറയുന്നത് ഇല്ലയോ അപ്പോൾ നമ്മൾ പണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഈ വാളെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് എടുത്തിട്ടില്ലേ ഈ വാളെ പിടിക്കാനുള്ള ചെറിയ മീനെ പിടിക്കാനുള്ള പരിപാടി ഇല്ലേ പരല് കൂർമ്പയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനാണ് ഇത് ഇച്ചിരി ആഴത്തിലോട്ട് താത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളംപല്ല് കയറും അതിനുവേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പരിപാടി നമ്മൾ എല്ലാത്തിനും കറിക്കും വറക്കാനുള്ള മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ചേട്ടൻ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ അങ്ങോട്ട് കീറി റെഡിയാക്കി എടുക്കുക കേട്ടോ വലിയ കീറലൊന്നും വേണ്ട ഒരു കുഞ്ഞ് കീറൽ മതി ഇല്ലയോ കറക്റ്റ് ഒരു 2 പേരിൽ കയറാനുള്ള 1 പേരിലോ 2 പേരിലോ അത്രേ ആകാനുള്ളൂ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഗോതമ്പൊടി കണ്ടോ അകത്തിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ നനച്ച് കൊടുക്കണല്ലേ അപ്പോൾ അതേ കൊത്തി കൊത്തി അകത്തോട്ട് കയറത്തുള്ളൂ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഇച്ചിരി തളിച്ചിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതേ കൊത്തി കൊത്തി ഈ മീൻ ഇങ്ങ് വരും അപ്പോൾ അകത്ത് കിടക്കുന്ന ഗോതമ്പിലേക്ക് ഇവൻ കയറി പണിയാൻ തുടങ്ങും അങ്ങനെയല്ലേ ആ പരിപാടി നടക്കട്ടെ നമ്മൾ ഇന്ന് മീൻ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു കാണുന്ന അടിപൊളി ഒരു സ്ഥലത്തുള്ളൊരു മീൻ പിടുത്തമാണ് അപ്പം ഇത് നേരെ നമ്മുടെ തകഴി പാലമാണ് ആ തകഴി പാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള കടവിൽ നമ്മൾ കുറച്ച് പരൽ മീനുകളെ പിടിക്കാൻ വേണ്ടി അകത്ത് വെച്ചിട്ട് നമ്മൾ മീൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി മേല് വെച്ചിട്ട് മീൻ കയറുന്ന കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ ഇവിടെ വന്ന് നിന്നാൽ മതി അത് കയറുന്ന കാണാം നമുക്ക് അപ്പം എന്തായാലും നോക്കാം അത്ര ആഴമുള്ളൂ അവിടെ ഇല്ലേ വേണ്ടേ നമ്മളിങ്ങനെ വെച്ചിരിക്കുക ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഏറ് കിടപ്പുണ്ട് അത് കളഞ്ഞ് ഇനി ഇങ്ങനെ താത്ത് വെക്കും മീൻ വന്നു തുടങ്ങിയിട്ടുണ്ട് മീൻ വന്നു തുടങ്ങി കേട്ടോ മീൻ വന്നു തുടങ്ങി മീൻ ഇനി പതുക്കാൻ എൻ്റെ അകത്തോട്ട് കയറിക്കോളും ഇപ്പോൾ ഒരുപാട് മീൻ കുത്തി തുടങ്ങിയില്ല നമുക്ക് തൊട്ടടുത്ത് നിന്ന് എടുത്ത് നോക്കാവേ കാര്യം എന്തറിയോ ഇത് എപ്പോഴും ഇതുപോലെ മീൻ കിട്ടും കേട്ടാ ഇങ്ങനെ എപ്പോഴൊന്നും കിട്ടത്തില്ല ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു ആഴ്ചത്തേക്ക് ഇവിടെ വെക്കല്ലേ അങ്ങനെ ഉണ്ടല്ലേ ഇന്ന് മീൻ കിട്ടിയാൽ മനസ്സിലായി കഴിയും എന്നാ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ഓടുന്നുണ്ട് നോക്കിക്കോണേ സൗണ്ട് കേൾക്കുമ്പോൾ ഓടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചാൽ എല്ലാം പോയി ഏറ്റവും ഇതുള്ള മീനായത് അപ്പം നമ്മൾ വെച്ച ഫിഷ് ട്രാപ്പിനകത്തേക്ക് മീൻ കയറാൻ വേണ്ടി ഇരച്ച് കയറുന്നുണ്ടോ ഇരച്ച് സൈഡിലെല്ലാം മീനാണ് നമ്മുടെ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല അതുപോലെ മീനുണ്ട് ഈ കടവിൽ അപ്പോൾ നമ്മൾ മീൻ ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ കുട്ടനാടെന്നൊക്കെ കുട്ടനാട്ടിലെ ഒരു ദൈനംദിന ഇല്ലേ പരിപാടി ചെയ്തു അതായത് മീൻ കയറുന്ന കാണിച്ചു തരാം കറക്റ്റായിട്ട് കാണിക്കും മീൻ അതിനകത്തുണ്ട് ഇപ്പം കണ്ടോ നമ്മളിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് മീൻ എടുക്കാത്തത് കണ്ടോ മീൻ അടുത്ത മീൻ കയറി 1-2 മീൻ കയറി കഴിഞ്ഞാൽ മറ്റു മീനോട് കൂടെ കോൺഫിഡൻസ് ആണ് കേട്ടോ കണ്ടോ അമ്മ ഓരോ മീൻ കയറുന്ന കാഴ്ച എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ശ്രദ്ധിച്ച് നോക്കി അടുത്തത് കയറി കണ്ടോ എത്ര മീൻ ഇപ്പം കയറി നോക്കി 4-5 മീനോളം കയറി കണ്ടോ അതിനകത്ത് മീൻ കിടന്ന് പിടയ്ക്കുന്നുണ്ട് കണ്ടോ ഇറങ്ങിപ്പോയി അപ്പോൾ ഇത് ഇറങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വന്ന് കയറിക്കോളും തീറ്റ ഉണ്ടെന്ന് അവർ കണ്ടിട്ടുണ്ട് കണ്ടോ തീറ്റ ഉണ്ട് അടുത്ത കറക്റ്റ് ക്ലിയർ കയറുന്ന വീഡിയോ കണ്ടോ കണ്ടോ അതിനകത്ത് കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊക്കിങ് എടുത്താലോ പൊക്കാം വേണ്ട അപ്പോൾ എത്ര മീൻ കയറിയെന്ന് നോക്കാം ഉണ്ട് സുനിച്ചാണ് അത് പൊക്കി എടുത്തിട്ടുണ്ട് നല്ലോണം കൊണ്ടില്ലേ 5-10 ഉണ്ട് അപ്പോൾ ഇന്ന് സുനിച്ചാണ് എനിക്കൊരു നല്ല വറക്കലിനുള്ള മീൻ പിടിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര മീനുണ്ടോ നമുക്കിപ്പം കാണാം കേട്ടോ നോക്കട്ടെ ഈ പരിപാടി എളുപ്പം പരിപാടിയാണല്ലോ 10 അരമണിക്കൂർ നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ പിടിച്ച മീനാണേ എപ്പോഴും ഇതുപോലെ മീൻ കിട്ടണമെന്നില്ല ഓരോ സ്ഥലത്തെ മീനിന്റെ ഈ ആഴ്ച ഈ പരിസരത്തേക്ക് വെക്കാൻ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതും ബുദ്ധിയുള്ള സാധനം ഈ മീൻ വേണ്ടേ പരല് വേണ്ടേ
താണ്ടേ അങ്ങനെ ഇത് തുറക്കാൻ പോവാ. വെളി തുറക്കുമ്പോൾ എത്ര വരലുണ്ടെന്ന് കണ്ടു. ആദ്യം വെളിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ട് ചേട്ടാ? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ട്. 2 എണ്ണം ഇറങ്ങിപ്പോയില്ല. കണ്ടോ 2 എണ്ണം ഇറങ്ങിപ്പോയി. നമ്മൾ വീണ്ടും തീറ്റി വെച്ചില്ലേട്ടാ. നമ്മൾ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യത്തേക്ക് വെക്കാൻ വേണ്ടി പോകണം. ഇതങ്ങനെ നമ്മൾ രണ്ടാമത്തെ തവണ നമ്മുടെ കൂരിക്കുടുക്ക അങ്ങോട്ട് താഴ്ത്ത് വെക്കുകയാണ്. കൂരിക്കുടുക്ക നമ്മുടെ പരലിന് വേണ്ടി വെക്കുന്ന വലിയ പാത്രമില്ല. മറ്റേതൊക്കെ നമ്മുടെ കുഞ്ഞ് ചിരട്ടകളി വെച്ചിട്ട് ചെറിയ കൂരിയെ പിടിക്കാൻ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് അപ്പോൾ അതിന് വേണ്ടി വെക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു ചരുവത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചരുവത്തിലാകുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് മീൻ കയറും. ഒരുപാട് മീൻ അതിനകത്ത് കിടക്കാനുള്ള സ്പേസ് കിട്ടും. കുറച്ച് തീറ്റി ഏറെ വെക്കും. വെള്ള തുണിയുടെ ഒരു ഗുണം എന്താ പറയുക, ഇതുപോലെ മീൻ ഇങ്ങനെ കറക്റ്റ് കാണാൻ പറ്റും. നമുക്ക് എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കിയോ, മീൻ കയറുന്ന കറക്റ്റ് കാണാം. കണ്ട മീൻ കിടന്ന് അവിക്കുന്നുണ്ട്. ഇതുപോലെ പരലുകളൊക്കെ ഉള്ള കടവുകൾ കാണുവാണെങ്കിൽ അവരെ കൊണ്ട് സിമ്പിളായിട്ടൊരു പാത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ 10-20 പരലിനെ സിമ്പിളായിട്ട് പിടിക്കും. 20 അല്ല, ചിലപ്പം 2 കിലോ ഒക്കെ ഒറ്റ അടിക്ക് കിട്ടും ഇങ്ങനെ വലിയ പാത്രം വെക്കുവാണെങ്കിൽ. മാത്രമല്ല, പരലെന്ന് പറയുന്ന സാധനത്തിലുണ്ടല്ലോ എല്ലാതൊരു ടേസ്റ്റ് ഉള്ള സാധനം. പക്ഷെ അതങ്ങനെ കിട്ടാനില്ല, എല്ലായിടത്തും അങ്ങനെ കിട്ടത്തില്ല. അടുത്ത രണ്ടാമത്തെ പ്രാവശ്യത്തെ നമ്മുടെ അഴിക്കുവാണ്. അയ്യോ, ഈ സൈസ് പരലല്ലേ, നല്ല മുട്ടം പരലുണ്ടോ. ഇത് കിട്ടിയാൽ പിന്നെ വേറെ ഒരു ഐറ്റം വേണ്ട. നമ്മൾ മീനല്ല ശകലം ചോറും ശകലം തൈരും ഈ പരല് വറുത്തുണ്ടെങ്കിലേ അത് തന്നെ. ഇത് നല്ല പൂവാലിപ്പരലല്ലേ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പരലി പരലേ പരലേ നീ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ചട്ടി കിടക്കും ഈ സാധനം. കണ്ടോ മീൻ കയറുന്നത് കറക്റ്റ് ലൈവായിട്ട് കണ്ടോ. ഞാൻ ഈ ഫോൺ ഒരുപാട് അങ്ങോട്ട് അടുപ്പിച്ച് വെക്കും. അതായത് നമ്മുടെ ക്യാമറ അങ്ങോട്ട് അടുപ്പിച്ച് വെക്കുന്നതിനനുസരിച്ച് മീൻ ഓടി മാറും. അതുകൊണ്ടാണ് ഒരുപാട് എടുക്കാത്തത്. ഇത്രയും മീൻ കിടന്ന് അങ്ങോട്ട് അവിക്കുന്നത് കണ്ടോ. നല്ല രസമുള്ള കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുടുക്കയുടെ ആ വെള്ള കളർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ഈ കുടുക്കയുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് മീൻ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ കുടുക്കയിലോട്ട് വരുന്നുണ്ടോ നോക്കണം. ആ ഹോൾ എവിടെയാണ് നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയെടുക്കാൻ പറ്റും. കണ്ടോ കൊത്തുന്ന മീൻ കൊത്തുന്നിടത്താണ് ആ ഹോളെ. അതുവഴി ഇപ്പം മീൻ കയറും. അയ്യോ ഏതാണ്ട് കയറി പകുതി കയറിയിട്ട് ഇറങ്ങിപ്പോകുന്ന മീനുകളുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം അടിച്ചവന്മാരുണ്ടില്ല. ഇനി ഇതാവും അകത്ത് കയറിയിരിക്കുന്നവൻ കലക്കാൻ തുടങ്ങി. ആണോ? അകത്ത് കയറിയ മീൻ ഇങ്ങനെ അനക്കുന്നുണ്ടാണ് ഈ മീൻ ഓടുന്നത് കേട്ടോ. അകത്ത് കയറിയ മീൻ ഇങ്ങനെ പെട്ടെന്ന് അവിടെ അകത്ത് പാത്രത്തിൽ കിടന്ന് ഓടുമ്പോൾ അയ്യോ അവിക്കുന്ന ക്ലിയർ ആയിട്ട് കാണാം മീൻ കയറുന്നത്. അയ്യോ മീൻ അടിക്കുന്നുണ്ട് എടുക്കണായിട്ട് ഇപ്പോൾ വേണ്ടല്ലേ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലും മീൻ ഇറങ്ങി പോകും. പക്ഷെ ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടോ. നമുക്ക് ആർക്ക് വന്നും സിമ്പിളായിട്ട് പിടിക്കാം അല്ലേ? അതെ, ആർക്ക് വന്നും സിമ്പിളായിട്ട് മീൻ പിടിച്ച് വലിയ കുറുവ കയറാൻ വേണ്ടി നോക്കിയിട്ട് 2 കിട്ടുന്നുണ്ടോ അതിന്? ഒരെണ്ണമുള്ളു കയറിയിട്ട് ഇറങ്ങി വരുതായിട്ടില്ലേ. അതിന് നമ്മൾ ചെറിയ കിരുത്തി ഇടണ്ടേ, ഇച്ചിരി വലിയ കിരുത്തി ഇട്ടെന്ന് ഇത് കാണാൻ വേണ്ടി കിട്ടിയാ വലിയ. അകത്ത് കലക്കുന്നതിൻ്റെ നമുക്ക് ചെറിയ വീഡിയോക്ക് ചെറിയൊരു ഇത് വരുന്നത്. ഈ 2 എണ്ണം ഒരുമിച്ച് കയറി ഈടാ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച ആണ്ടേ. ഞാൻ അയ്യോ കയറി ഇറച്ചി കയറിയ പൊക്കേട്ടാ. അയ്യോ ഇറങ്ങി ഒരെണ്ണം ഇറങ്ങിപ്പോയേട്ടാ. ഒറ്റ ഒരെണ്ണം ഇറങ്ങിപ്പോയി. വേണ്ട വീണ്ടും നമ്മൾ കടയിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ പിടിച്ച പരലൊക്കെ കിടപ്പുണ്ട്. കൂടാതെ ഇപ്പം കയറിയ പരൽ എത്ര ഉണ്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഈ പാത്രം തുറക്കുന്നുണ്ടല്ലോ. വേണ്ട ചാടിയുണ്ടോ? അയ്യോടാ 4, 5 ഇത്ര 5 എണ്ണം ഉണ്ടോ? 5 6 എണ്ണം എന്താ പറഞ്ഞത്. ഇതാണ്ടോ ഇവിടെ ഇതിനകത്ത് വില കൊടുക്കും. ചാടി വെള്ളത്തിലോട്ട് പോകുന്നുണ്ടോ? ഈ മീൻ ചെന്ന് അടുത്ത മീനുകളോട് പറഞ്ഞു കൊടുക്കും ചിലപ്പം. അങ്ങനൊരു സംഭവം നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താ അറിയോ, ഈ മീൻ ഇങ്ങനെ പടച്ച് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ കടവിലുള്ള മറ്റു മീനുകളോട് പോയി പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ മീൻ കിട്ടാതാകും എന്നൊക്കെ നമ്മൾ നമുക്ക് നേരത്തെ കൊച്ചിലൊക്കെ ചൂടാൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുനിച്ചേണ്ടേന്ന് ഐറ്റം ഞാൻ മേടിച്ചു. അങ്ങനെ സുനിച്ചേട്ടൻ മാത്രം പിടിച്ചാൽ പോരല്ലോ, ഞാൻ 2 മീനൊക്കെ പിടിക്കട്ടെ. വേണ്ടേ നമ്മൾ കൊണ്ടുവന്ന് ഈ കടവിലോട്ട് സംഭവം സിമ്പിൾ പരിപാടി. ഇവിടെ ആഴക്കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്ന് ഇച്ചിരി വെള്ളത്തിലോട്ട് ഇറങ്ങി നടന്നാൽ മാത്രം മതി. ഇതിൻ്റെ എയർ കളയുന്നൊരു ചെറിയ പരിപാടിയുണ്ട്. ഈ എയർ ഉണ്ടെങ്കിൽ മീൻ ഇങ്ങനെ കൊത്തുമ്പോഴേ ഇങ്ങനെ കൊമളോളം മേലോട്ട് വന്നുകൊണ്ടേ ആഴത്തിലോട്ട് വെച്ചു ഇറക്കി വെച്ചില്ല. അതിന് മുന്നേ ഓട് നോട്ടം നോക്കി ഇറക്കി വരുമ്പോഴത്തേക്ക് മീൻ കുറഞ്ഞുണ്ടോ. ഇപ്പോൾ അടിപൊളി വെച്ചിട്ട് കാത്തിരിക്കുക. മീൻ കയറുന്നുണ്ടോ?
ഇറച്ചി കയറുന്ന കാഴ്ച. ഒരുപാട് ഒച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മീൻ ആ സമയത്ത് ഓടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മൾ ലൈവായിട്ട് സംസാരിച്ചതുകൊണ്ട് സഞ്ജിട്ടാ മുണ്ടിച്ച് താത്തിട്ട് കേട്ടോ. അത് കയറാൻ വേണ്ടി ഇടിച്ച് കയറുകൊണ്ടോ വേണ്ട. അപ്പം നിങ്ങൾക്കാണെങ്കിലുണ്ടല്ലോ ഈ കാഴ്ച കാണുന്നവർ കുഞ്ഞുനാളിലെങ്കിലും ഇതുപോലെ ഒരുപാട് മീൻ പിടിക്കണമെന്നില്ല. നമ്മൾ അമ്മയുടെ കൂടെ അല്ല അച്ഛൻ്റെ കൂടെയൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, കടവിലൊക്കെ വന്നിട്ട് നമ്മൾ ഒരു പള്ളത്തിയെ തോർത്തുകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പരിപാടി ഉണ്ട്, ഫീലിങ്സ് മനസ്സിലാവും. അല്ല പള്ളത്തെ പിടിക്കുന്ന വേറൊരു പരിപാടി ഉണ്ട്. നമ്മുടെ സുനിച്ചേൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള മീൻപിടുത്തങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള രസകരമായ കുഞ്ഞു വീഡിയോകൾ കൂടി എത്തിക്കുന്നത്. അകത്ത് കിടക്കുന്നമാരാണ് അങ്ങനെ കയറും. മുട്ടം പറല നിൽക്കുന്നതിൻ്റെ പൊന്നെ സൈസ് പറല് കറക്റ്റ് ഒരു വായിൽ അതിൻ്റെ ഫ്രണ്ട് എൻ്റെ സൈസ് പറല് കയറുന്നുണ്ടോണം. കയറി അടുത്ത കയറി അടുത്തത് 2 എണ്ണം. അടുത്ത് കയറിയില്ല, ഇറങ്ങിപ്പോയി. വേണ്ട നിങ്ങൾ തന്നെ നോക്കി, നമുക്കിത് കാണുമ്പോൾ തന്നെ ഇത് ആകാംക്ഷ കേട്ടോ. പൊന്നോ ഈ കാഴ്ച കണ്ടോ വേണ്ടേ, ഒരു കൂരിക്കുടക്കൊക്കെ കിടന്ന് അവിക്കുന്ന മീനുകളാണ് കേട്ടോ. അയ്യോ ഇടിച്ച് മീൻ കയറുവാണ്. നമുക്ക് ഒരൊറ്റ കുഴുക്ക വെക്കുമ്പോൾ തന്നെ 10 മീൻ 5 മീനൊക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് മുട്ടം വരലെന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരല. ഇത് നമ്മൾ ഒത്തിരി ആഴത്തിലൊന്നുമല്ല ഇത് വെച്ചിരിക്കുന്നത്. വേണ്ട മീൻ ഇടിച്ച് കയറുന്നുണ്ടോ, മീൻ കയറുന്ന കാണാൻ പറ്റത്തില്ല. അതുപോലെ മീൻ കൂട്ടമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം മീൻ കൂടെ ഇത് പൊക്കുമ്പോൾ നിങ്ങൾ കണ്ടു വേണ്ട ഇടിച്ചെടിയുടെ പൊക്കേട്ടാ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. ഉണ്ട് വേണ്ട ഞാൻ പറഞ്ഞു അത് 10 മീനെങ്കിലും കയറുന്നുണ്ട് കേട്ടോ. സുനിച്ചേണ്ട അഭിപ്രായം എത്ര മീനുണ്ട്? ഒരു 8-9 എണ്ണം ഉണ്ട്. 8-9 എണ്ണം. ഒരെണ്ണത്തിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ മീൻ പിടിച്ച പരൽ മീനുകൾ ഇവിടെ കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോന്നിനെ തട്ടിയിട്ട് ഉണ്ടോ കേട്ടോ. മീനുള്ളതായിട്ട് ഫീലുണ്ടോ? അപ്പോൾ ഉണ്ട് മീൻ എന്തായാലും ഇല്ലായിരിക്കത്തില്ല. നമ്മളെന്താ അറിയാം ഒരുപാട് മീനുകൾ ഇതുപോലെ ഇറങ്ങിയും പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കാരണം ഇച്ചിരി വലിയ ഹോൾ ഇട്ടാണ്. കാരണം വീഡിയോയിൽ മീൻ കയറുന്ന കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് വലിയ ഹോൾ ഇട്ടേക്കുന്നുണ്ട്. മീൻ പെട്ടെന്ന് തിരിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അതുപോലെ കുറച്ച് വലിയ മീൻ കയറുകയും ചെയ്യും. ഉയ്യോ വേണ്ട കണ്ടോ 9 ഞാൻ എന്താ 3 എണ്ണാൻ പറ്റുന്നില്ലല്ലോ. 2 3 എനിക്ക് അതിനൊന്നും വേണ്ടി ഒരെണ്ണം പോയി. ബാക്കി ഒന്ന് എണ്ണിക്കേട്ടാ വെള്ളിട്ട് എണ്ണിക്ക് 1 2 3 4 5 6 7 ഞാൻ പറഞ്ഞ ശരിയല്ല. വെച്ചുകൊണ്ട് വന്ന മീൻ അവിടെ കിടക്കുന്നുണ്ടോ. ഇത്രയും പരൽ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ വേണ്ട പരൽ ഇവിടെ കിടന്ന് അവിക്കുന്നത് നമ്മൾ ലൈവായിട്ട് കാണിച്ചു തരാം. കണ്ടോ ഞാൻ പറഞ്ഞ ഒരു കറിക്കുള്ള മീനാണ് പറഞ്ഞു. ഞാൻ ഒരു കറിക്കും വറുക്കാനുള്ള മീനും പിടിച്ചു കൊടുത്തിട്ടു. വേണ്ട ആവശ്യത്തിന് പരലുണ്ട്. വേണ്ട ഇത്രയോ മീനൊക്കെ പോലെ. അതുകൂടാതെ കുടുക്ക വെച്ചിട്ടുണ്ടല്ലോ. കുടുക്ക വെച്ചിട്ടുമുണ്ട്. അതിലൂടെ കിട്ടുന്ന ഇവിടെ കൊടുത്തു വിടും. അപ്പോൾ അടിപൊളിயாக കുറേ മീനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് അടിപൊളിയായിട്ട് കുറേ മീനുകളൊക്കെ കിട്ടി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.